ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ഞാൻ വണ്ടി ഓടിച്ച് വരുമ്പോൾ എൻ്റെ വണ്ടിക്ക് എന്തോ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. വണ്ടി റോഡിൽ നിന്ന് തെന്നിപ്പോകുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി നോക്കിയപ്പോൾ വണ്ടിയുടെ ടയർ ഫുള്ള് തേയ്മാനമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു ടയർ കടയിൽ കൊണ്ടുപോയി ആ ടയർ കാണിച്ചപ്പോൾ ടയർ ഫുൾ തേഞ്ഞു പോയി, അതിൽ ഗ്രിപ്പില്ല, അങ്ങനെ വണ്ടി പാളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ടയർ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് ആ ടയർ മാറ്റിയിട്ട് വണ്ടി തിരിച്ച് ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അത്ഭുതപ്പെടുന്നുണ്ടാവും. പക്ഷേ ഞാൻ ദൈനംദിനം ചെയ്യുന്ന ഒരു സർജറിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഞാൻ ഡോക്ടർ ജ്യോതി പ്രശാന്ത്, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ആർത്രോസ്കോപ്പി എക്സ്പേർട്ടാണ്. ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത് കാൽമുട്ടിന് ഇതുപോലെ നമുക്ക് വണ്ടിയുടെ ടയർ പോലെ ഒരു തേയ്മാനം പറ്റിക്കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ സ്റ്റേജുകളുണ്ട്, അതിന് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നാണ്. നമ്മളിപ്പോൾ ഈ മുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മുട്ടിനകത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് കാണാം. ഇതാണ് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോർമൽ മുട്ടാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ തേയ്മാനം കൂടി വരുമ്പോൾ നമ്മൾ അതിനകത്ത് ആ തേയ്മാനം വന്ന് ആ ഭാഗങ്ങൾ പതുക്കെ ആ ജോയിൻറ്റിൻ്റെ ഭാഗം മുഴുവനും വോണൗട്ടായി പോവും. അതായത് തേഞ്ഞു പോകുമ്പോൾ ഈ എല്ലിൻ്റെ സർഫസ് വന്ന് തമ്മിൽ ഉരഞ്ഞിട്ടാണ് പേഷ്യൻ്റ് വേദന വരുന്നത്, വളവും വരുന്നത്. അപ്പോൾ ഇപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് പോയ ഭാഗത്ത് നമ്മൾ ചെറിയൊരു ക്യാപ്പ് ഇട്ട് കൊടുത്ത് ഈ ജോയിൻറ്റ് തേഞ്ഞു പോയ ഭാഗം മാറ്റി പുതിയത് വയ്ക്കുന്നതിനാണ് നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കൽ എന്ന് പറയുന്നത്. ഇതൊരു വലിയ സർജറി അല്ല, ഈ ഭാഗം മാത്രമേ അതിൽ മാറ്റുന്നുള്ളൂ. ഈ മുട്ട് മാറ്റി വയ്ക്കലിലൂടെ തന്നെ നമുക്ക് പേഷ്യൻറ്റിന് വേദന കുറയാനും നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ ടയർ മാറ്റിയിടുന്നതിൻ്റെ ഒരു ലാഘവത്തോടെ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. പക്ഷേ കറക്റ്റ് സമയത്തിന് അത് ചെയ്യണം എന്ന് മാത്രം. താങ്ക് യു.